വീർ സവർക്കറോടുള്ള ചില വിഭാഗങ്ങളുടെ എതിർപ്പ് അജ്ഞത മൂലമെന്ന് സി സദാനന്ദൻ മാസ്റ്റർ MP. സവർക്കറുടെ പോരാട്ട ചരിത്രം ജയിലറയിൽ അദ്ദേഹം എഴുതിവച്ച വാക്കുകളിൽ വ്യക്തമെന്നും അദ്ദേഹം പറഞ്ഞു. ജനം ടിവിക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് സി സദാനന്ദൻ മാസ്റ്ററുടെ പ്രതികരണം. ഞങ്ങൾക്ക് സാധിക്കാത്തത് മറ്റൊരാൾ ചെയ്യുമ്പോൾ തോന്നുന്ന വില കുറഞ്ഞ വികാരങ്ങളാണ് വീർ സവർക്കറോടുള്ള എതിർപ്പിന്റെ അടിസ്ഥാനമെന്ന് സി സദാനന്ദൻ മാസ്റ്റർ MP പറയുന്നു. സർക്കാരിനെ കുറിച്ചുള്ള ചോദ്യം ഉൾപ്പെടുത്തിയതിന് അധ്യാപകനെതിരെ എടുത്ത നടപടി സങ്കുചിത ചിന്തയുടെ തെളിവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അത് ടൈ ബ്രേക്കറാണ് ആ ചോദ്യം. ഒരു സാധാരണ നിലക്കുള്ള നിശ്ചയിക്കപ്പെട്ട ജനറൽ ക്വസ്റ്റ്യൻസ് അല്ല. എപ്പോഴെങ്കിലും കുട്ടികൾ തമ്മിൽ ഒരേ മാർക്കിലൊക്കെ അപ്പോഴാണോ ടൈ ബ്രേക്കർ എന്ന നിലക്ക് മറ്റൊരു ചോദ്യം കൊടുക്കുക. അങ്ങനെ ഉണ്ടാക്കിയ ചോദ്യമാണ് സവർക്കറെ കുറിച്ചുള്ള ചോദ്യം. ഏറ്റവും കാലം ജയിലിൽ കഴിയേണ്ടി വന്ന സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയ്ക്ക് 50 വർഷമാണ് അദ്ദേഹത്തിന് തടവ് ശിക്ഷ വിധിച്ചത് കോടതി. പക്ഷേ 50 വർഷവും അനുഭവിക്കേണ്ടി വന്നിട്ട് 27 വർഷം തടവ് ശിക്ഷ അനുഭവിക്കുന്നു. പിന്നെ അദ്ദേഹം പുറത്തിറങ്ങും. പുറത്തിറങ്ങിയ സവർക്കറിനെ വീട്ടുതടങ്കലിൽ വയ്ക്കുന്നു. ആ നിലയ്ക്ക് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വേട്ടയാടി. വീർ സവർക്കറുടെ ജയിൽവാസം സംബന്ധിച്ച തെളിവുകൾ അദ്ദേഹം ഏകാന്ത തടവിൽ കഴിഞ്ഞ ജയിലറ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. തടവറ സമരഭൂമിയാക്കിയ പോരാളിയായിരുന്നു വീർ സവർക്കർ എന്നും സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. അണ്ടമാൻ നിക്കോബാർ ജയിലിൽ പോയാൽ അദ്ദേഹത്തെ താമസിപ്പിച്ച സെല്ലുലാർ ജയിലിൻ്റെ ഏകാന്ത തടവായിരുന്നു അദ്ദേഹത്തിന്. ആ മുറിയിൽ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ഈ ചുവരിൽ കരിക്കട്ട കൊണ്ട് മറ്റെന്ത് കല്ലുകളൊക്കെ ഉപയോഗിച്ച് എഴുതിയ ലിഖിതങ്ങൾ നമുക്കിപ്പോഴും കാണാം. ജയിലിൽ കഴിയുമ്പോൾ അദ്ദേഹം ദേശഭക്തി ജ്വലിപ്പിക്കുന്ന അനേകം കവിതാശകലങ്ങൾ അവിടെ കുറിച്ചിട്ടിട്ടുണ്ട്. അത് കാണുന്നവർക്ക് ബോധ്യമാകും എന്തായിരുന്നു സവർക്കർ എന്നുള്ളത്. അദ്ദേഹത്തെ കൈകൾക്കും കാലുകൾക്കും ചങ്ങലക്കിട്ടാണ് അദ്ദേഹത്തെ ജയിലിൽ ശ്രദ്ധിച്ചിരുന്നത്. ജനം ടിവിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് സി സദാനന്ദൻ മാസ്റ്ററുടെ പ്രതികരണം. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 10 മണിക്ക് ജനം TV സംപ്രേഷണം ചെയ്യും. ന്യൂസ് ഡെസ്ക് ജനം.